Hello guys, welcome back to my YouTube channel Cutie Kura. So ഒരു സ്പെഷ്യൽ ദിവസമാണ്. Yes, today it's my birthday and happy birthday to me. So ഞാൻ വിചാരിച്ചു ഒരു ബർത്ത്ഡേ വ്ളോഗ് ചെയ്യാന്ന്. സോ ഗായ്സ്, എനിക്ക് എന്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് സോ സ്പെഷ്യൽ ആണ്. മീൻസ് എല്ലാ ഇയറും ഞാൻ എന്റെ ബർത്ത്ഡേ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ നമ്മൾ പഠിച്ചിട്ടുള്ള ബിഗ് ബാങ് തിയറി പ്രകാരം എത്ര ബില്യൺസ് ഓഫ് ഇയേഴ്സിന് മുന്നേ നമ്മുടെ സ്പേസ് എക്സ്പാൻഡ് ചെയ്തിട്ട് യൂണിവേഴ്സ് ഉണ്ടായി. യൂണിവേഴ്സിൽ ആറ്റംസ് ഫോം ചെയ്തു, പിന്നെ സ്റ്റാർസ് ഉണ്ടായി. സ്റ്റാർസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഗാലക്സി ഉണ്ടായി. ആ ഗാലക്സിയിൽ ബില്യൺസ് ഓഫ് പ്ലാനറ്റ്സിൽ എർത്ത് എന്ന് പറഞ്ഞ പ്ലാനറ്റിൽ നമ്മളൊക്കെ ജനിച്ചു. സോ the chance of a human being form on earth is miraculous. This guys is miraculous. According to me, among these billions and trillions of stars and galaxies, the life chose me to exist here. So നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യലായി സെലിബ്രേറ്റ് ചെയ്യണ്ടേ? കൂടുതൽ പറഞ്ഞാൽ കേൾക്കുന്നത് നിങ്ങൾക്കും പറയുന്നതായിരിക്കും മറ്റാണെന്ന് വിചാരിക്കും. നമ്മൾ പോയിന്റിലേക്ക് വരുവാണെങ്കിൽ, ഇപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ബർത്ത്ഡേൻ്റെ അതേ ദിവസം തന്നെ ഡ്യൂട്ടി ഉണ്ട് ഗൈസ്. പിന്നെ 24 hours ഒരു 8 hours ഡ്യൂട്ടി ഉള്ളത്. അപ്പം നമ്മുടെ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും മാറി നിൽക്കണ്ടെന്ന് തോന്നി വിചാരിച്ച് ഡ്യൂട്ടിക്ക് പോവാന്ന്. സോ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈവനിങ്ങിലാണ്. അത് ഗൈസ് എനിക്കിപ്പം 26 വയസ്സായി. സോ ഇത്രയും വരെയുള്ള എൻ്റെ ലൈഫ് ജേണിയിൽ ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്, ഹാപ്പിയാണ്. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു പോസിറ്റീവ് എനർജിക്കും ഇത്രയും കാലം എന്നെ ട്രസ്റ്റ് ചെയ്തിട്ടുള്ള എൻ്റെ പേരൻസിനൊക്കെ ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ഗൈസ്, നന്ദി പറയുകയാണ്. സോ ഗായ്സ്, ഈ ഒരു അവസരത്തിൽ പറയാൻ പാടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. എനിവേ, ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ചോയ്സസിനെ പറ്റി കുറ്റം പറയുകയും ഏഷ്യന് പറയുകയും കുത്തിത്തിരിപ്പും ഒക്കെ ഉണ്ടാക്കുന്ന കുറച്ച് നല്ലവരായിട്ടുള്ള നാട്ടുകാർ എനിക്കുണ്ട്. എല്ലാവരുമില്ല, കുറച്ച് ആൾക്കാർ. സോ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിങ്ങനെ കുരച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. നിങ്ങൾക്ക് മേ ബി എൻ്റെ വീട്ടുകാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയേക്കാം, മേ ബി. ബട്ട് എൻ്റെ ലൈഫിലെ ദ ഫൈനൽ ഡിസിഷൻ മേക്കർ ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്നത് ഞാനാണ് ഗൈസ്, മൈസെൽഫ്. ഗൈസ്, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അല്ല, നോട്ട് ഗൈസ്, എൻ്റെ നാട്ടുകാർ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഓക്കെ. പിന്നെ ഞാനിന്ന് എത്തിയിരിക്കുന്ന എൻ്റെ ഒരു ലൈഫിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. എൻ്റെ ലൈഫ് മുന്നോട്ട് എങ്ങനെയായിരിക്കണം മിഷനൊക്കെ എനിക്കുണ്ട്. സോ നിങ്ങൾ ആരും അത് ആലോചിച്ച് പേടിക്കണ്ട, അത് ഞാൻ തന്നെ അങ്ങ് തീരുമാനിച്ചോളാം ഗൈസ്. സോ ഗൈസ്, ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വരാം. നമ്മുടെ സെലിബ്രേഷൻസ് ഓഫ് ഈവനിങ് ആണ്. അപ്പോൾ നമ്മൾ ഈവനിങ് അടിച്ചു കൊടുക്കില്ലായിരിക്കും ഗൈസ്. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഞാൻ ആദ്യമായിട്ട് പോയത് ഒരു ഫ്ലോറിസ്റ്റ് സ്റ്റോറിലേക്കായിരുന്നു. എനിക്കൊരു ഫ്ലവർ ബൊക്കെ വേണമായിരുന്നു. എൻ്റെ ഡ്രസ്സിനോട് മാച്ചാവുന്ന രീതിയിൽ റെഡ് റോസും പിന്നെ അതൊരു ബ്ലാക്ക് റാപ്പറിൽ റാപ്പ് ചെയ്തിട്ടായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. പിന്നെ കുറച്ച് ഫില്ലർ ഗ്രീൻസൊക്കെ വെച്ച് വൈറ്റ് കളറിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ അവിടുത്തെ ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ അവരങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പണ്ട് മുതലേ ഞാൻ ഇങ്ങനെയാണ് ഗൈസ്, എൻ്റെ ബർത്ത്ഡേ എനിക്കെന്ന് സെലിബ്രേറ്റ് ചെയ്യണം. അന്ന് കട്ട് ചെയ്യുന്ന കേക്ക് ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും അതൊക്കെ എൻ്റെ ഡിസിഷൻ ആണെങ്കിൽ മാത്രമേ എനിക്കതൊരു സാറ്റിസ്ഫിക്കേഷൻ കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഗൈസ്, പണ്ട് ഏതൊരു ഷോപ്പിൽ പോയിട്ട് ഞാനിങ്ങനെ ഡെക്കറേഷൻ്റെ സാധനം വാങ്ങുമ്പോൾ നാട്ടിൽ നിന്ന് അവരെന്നോട് ചോദിച്ചു ആരുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെതാണ്. അപ്പോൾ അവരെന്നോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, സ്വന്തം ബർത്ത്ഡേക്കാണോ നീ ഇതൊക്കെ വാങ്ങിയിട്ട് പോകുന്നതെന്ന്. സോ ഞാൻ വിചാരിക്കുന്നത്, വൈ ഷുഡ് ഐ വെയിറ്റ് ഫോർ സമ്മൺ ടു മേക്ക് മൈ ഡേ സ്പെഷ്യൽ? അത് ഞാൻ തന്നെ അങ്ങ് സ്പെഷ്യലാക്കിയാൽ പോരെ. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. മറ്റുള്ളവർ ചെയ്യുന്നവർ ഇഷ്ടമുള്ളവരുണ്ടാവും, സ്വന്തമായിട്ട് ചെയ്യുന്നവർ ഇഷ്ടമുണ്ടാവും. ബട്ട് ഞാൻ ഇങ്ങനെയാണ് ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ആരും കുറേ വീഡിയോസൊക്കെ എടുത്ത് തരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റെസ്റ്റോറൻറ്റിലേക്ക് പോയി. നമ്മൾ BMR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സെയിം റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് നമ്മൾ ഓണം സെലിബ്രേഷനും ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല സർവീസാണ്, അതാണ് ഇപ്രാവശ്യം അങ്ങോട്ട് തന്നെ പോയത്. പിന്നെ ഇവർ ഈ അടുത്ത് റീഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ ആംബിയൻസൊക്കെ അടിപൊളിയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ ഞാനൊരു കേക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അരീഫ മുജീബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയാണ് എനിക്ക് കേക്ക് സെറ്റ് ചെയ്ത് തന്നത്. ചേച്ചീൻ്റെ ഹോം മെയ്ഡ് കേക്കാണിത്. പിന്നെ അവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ത്രൂ ആണ് ഞാനിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. ഞാൻ കുറേ സജഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അത് ഭയങ്കര കോപ്പറേറ്റീവായിട്ട് കേട്ടിരുന്നു. കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൈനലി ആ കേക്ക് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയായി. ഞാൻ ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം ആ കേക്ക് കാണുന്നത്. ആൻഡ് ആ കേക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ എന്താണോ ഇമാജിൻ ചെയ്തത്, ഇറ്റ് വാസ് ദ സെയിം ലൈക്ക് വാട്ട് ഐ വാണ്ടഡ്. ആൻഡ് ഞാൻ വളരെ ഹാപ്പിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളൊരു ഹോളിലേക്ക് പോയി. ഞാൻ ഈ വാട്സപ്പ് ത്രൂ ആണ് അവർക്ക് ആ ഹോളൊക്കെ സജസ്റ്റ് ചെയ്തത്. ഇപ്പോൾ എങ്ങനെയാണുള്ളത് എന്നറിയത്തില്ല. അപ്പോൾ കുറച്ച് അത്യാവശ്യം ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ബലൂൺസൊക്കെ വെച്ചിട്ട്. അങ്ങനെ നമ്മൾ ആ സ്റ്റെപ്പ് കയറിപ്പോയി ഗൈസ്. ഹീലിൻ്റെ ചെരുപ്പ് വെച്ചിട്ട് എനിക്കാണെങ്കിൽ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ബാക്കോട്ട് നല്ല ലെങ്ത്തുള്ളൊരു ഇതായതിനെക്കൊണ്ട്, ഗൗണായതിനെക്കൊണ്ട് അതെനിക്കിങ്ങനെ എൻ്റെ ചെരുപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുടുങ്ങിയിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിവേ, ആ ഡ്രസ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിത് ഒരു ഓൺലൈനിൽ കൂടി പർച്ചേസ് ചെയ്ത ഡ്രസ്സാണ്. എനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ് കിട്ടിയ ഡ്രസ്സാണ്. എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ നമ്മൾ ആ ഹോളിൽ പോയപ്പോൾ എനിക്ക് ആ ഹോൾ അങ്ങനെ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഫുള്ള് മഞ്ഞ ലൈറ്റാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അതൊരു രസമായിട്ട് തോന്നിയില്ല. നമ്മൾ കുറേ ലൈറ്റൊക്കെ ഇട്ട് നോക്കിയിട്ടും എനിക്കത് അങ്ങോട്ട് സെറ്റായില്ല. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു ഹോള് മാറ്റിത്തരാം. പിന്നെ ഇത്രയും ഒരുങ്ങിക്കെട്ടി വന്നതുകൊണ്ടാവാം അവരുടെ മെയിൻ പാർട്ടി ഹോൾ എനിക്ക് ഓപ്പൺ ചെയ്ത് തന്നു. അവിടെ ഡെക്കറേറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ആൻഡ് ഒരു മോർ ദാൻ 100 പേരൊക്കെ പങ്കെടുക്കുന്നൊരു ഹോളിലാണ് നമ്മൾ 4 പേര് പോയി സെലിബ്രേറ്റ് ചെയ്തത്. ഒരു മിനിമൽ ഡെക്കറേഷനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് സോങ്ങും പിന്നെ ലൈറ്റ് എഫക്റ്റും അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യാൻ പറഞ്ഞത്. എക്സാക്ട്ലി അതുപോലെ തന്നെ ഈ ചേട്ടൻ ചെയ്തു തന്നു. ഈ ഒരു ചേട്ടൻ ഉള്ളത് കൊണ്ടാണ് ഈ ബർത്ത്ഡേ ഓൾമോസ്റ്റ് അടിപൊളിയായത്. കാരണം എൻ്റെ എല്ലാ വീഡിയോസും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുള്ളത് ചേട്ടനാണ്. പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കുറേ കോപ്പറേറ്റീവായിട്ട് നല്ല വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സോങ് ഇപ്പോൾ വെച്ചാൽ കോപ്പിറൈറ്റ് ആവുമല്ലോ ഗൈസ്. അടുത്തതായിട്ട് അതിവിദഗ്ധമായി ചേച്ചി എനിക്ക് സർപ്രൈസും കൊണ്ട് വരുന്നതാണ് ഗൈസ് നിങ്ങളീ കാണുന്നത്. ബട്ട് ഈ പ്രാവശ്യം ഞാൻ ഇവരെ സമ്മതിച്ചു കേട്ടോ. എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരുന്നത്. കാരണം ഡ്യൂട്ടി ഉറക്കമായിരുന്നത് കൊണ്ട് ഇവർ പുറത്ത് പോകുന്നതും വരുന്നതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാനിങ്ങനെ വിചാരിച്ചു, ഞങ്ങൾ സെയിം കാറിലാണ് വന്നത്, അപ്പോൾ സെയിം സ്ഥലത്ത് ഇറങ്ങി ഇവരെങ്ങനെ ആ കാറിൻ്റെ ഉള്ളിൽ കയറ്റി ഇറക്കി എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല ഗൈസ്. എനിവേ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ ടെഡി എനിക്ക് തന്ന ആളും അതുപോലെ തന്നെ ഈ ടെഡി ബിയറും എനിക്ക് വളരെ വളരെ സ്പെഷ്യലാണ്. പിന്നെ എനിക്ക് കുറേ ചോക്ലേറ്റ്സൊക്കെ കിട്ടി. പിന്നെ ചേച്ചിയും ഷീതു ആര്യയൊക്കെ കൂടി എനിക്ക് മാക്സിമം ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ബേസ് കളർ ടോപ്പ് എനിക്കിഷ്ടമായി. എൻ്റെ അടുത്ത് അങ്ങനെ അധികം ഇല്ലാത്തൊരു കളറാണത്. സോ അതും എനിക്ക് ഇഷ്ടമായി ഗൈസ്. പിന്നെ എനിക്കിങ്ങനെയുള്ള സർപ്രൈസസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് തരാം, പക്ഷെ പാർട്ടി അത് ഞാൻ തന്നെ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരു സൈക്കോ ക്യാരക്ടറുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എനിവേ, നമ്മൾ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. നല്ല സോങ്ങൊക്കെ ആയിരുന്നു. പിന്നെ ഡ്രസ്സ് വെച്ചും പിന്നെ ടെഡി ബിയറൊക്കെ വെച്ച് ഞാൻ കുറച്ച് പട്ടി ഷോ ഒക്കെ കളിച്ചു. എന്നെ സഹിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിനെ ഞാനൊരു സല്യൂട്ട് കൊടുക്കുകയാണ് ഗൈസ്. ബിക്കോസ് ഞാൻ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ക്യാരക്ടറുള്ള ഒരാളാണ്. അപ്പോൾ എന്നെ മനസ്സിലാക്കുന്ന കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ എവിടെ പോയാലും എനിക്ക് അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടാറുണ്ട്. ഇങ്ങോട്ട് ഒരു ഈഗോ ഇല്ലാത്ത എന്നെ മനസ്സിലാക്കുന്ന ഫ്രണ്ട്സിനെ ദൈവം എനിക്ക് തരലുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ ലൈഫിൽ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഇപ്പോൾ നമ്മളോട് ഈഗോ ഉള്ള ഫ്രണ്ട്സാണ് നമ്മളെ അടുത്തുള്ളതെന്ന് വെച്ചാൽ ഒരിക്കലും നമുക്കിങ്ങനെയൊന്നും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത്രയും ഹാപ്പി ആയിട്ട്. സോ അങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഉള്ള എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പണ്ട് മുതലേ ഉള്ള ഫ്രണ്ട്സ് ആണെങ്കിലും പിന്നെ ഓരോരോ പേഴ്സൺ ആണെങ്കിലും ഞാൻ അത്രയും സെലക്റ്റീവാണ്. എല്ലാവരെയും ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളല്ല ഞാൻ. ഭയങ്കര സെലക്റ്റീവാണ്. എല്ലാവരോടും അങ്ങനെ സംസാരിക്കുന്ന ആളുമല്ല. അതൊക്കെ പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് എന്നെപ്പറ്റി. ഫസ്റ്റ് തന്നെ കാണുമ്പോൾ ഒരു ജാടയാന്ന് വിചാരിക്കും. പക്ഷേ ജാടയാണ്, ഓഫ് കോഴ്സ് ജാടയാണ്. എൻ്റെ ഒരു ക്യാരക്ടർ, എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരാളാണ്. ബട്ട് എന്നെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ആരും ഇങ്ങോട്ട് പറയില്ല. മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ജാടയാണ് അങ്ങനെയൊന്നും ആരും ഇതുവരെ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല ഗൈസ്. ബർത്ത്ഡേ ഒക്കെ അല്ലേ, അപ്പോൾ ഒന്ന് സ്വയം പുകത്താന്ന് വിചാരിച്ച് ഇത്രയും ദിവസത്തെ പരിചയം കൊണ്ട് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം നമുക്ക് നോക്കാം. ഷീതുവിൻ്റെ ആര്യൻ്റെ ചേച്ചീൻ്റെ അഭിപ്രായം നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തതാണ്. ഞങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി. അത്രയ്ക്കൊന്നും വേണ്ട. ഞാൻ കുറച്ച് സീരിയസ് ആയോ? ഇമോഷനായി ചേച്ചി. ആരും ഇമോഷൻ ആയോ? ഇല്ല. നല്ലൊരു ഫ്രണ്ട് സ്വന്തമായിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തതിന് പറ്റി എന്താ പറയുക? അത് അവളുടെ ഭയങ്കര എന്താടി അതിന് പറയുന്നത്.
സ്വന്തമായിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഹാപ്പിനെസ്സാണ്. ചിലവർക്ക് മാത്രമേ അങ്ങനെ പറ്റത്തുള്ളൂ. കുറച്ച് സൈക്കോ ആയിട്ടുള്ള ആൾക്കാർക്ക് സൈക്കോ എന്നല്ല, അതൊരു നല്ലൊരു എന്തുവാ, നമുക്ക് നമ്മുടെ ഒരു ഏറ്റവും ലൈഫിലെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് അല്ലേ സ്വന്തമായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുക. നല്ലൊരു ഫ്രണ്ടിനെ കിട്ടും. നിങ്ങളെ എന്ത് രീതിയിലാണ് നിനക്ക് ഫ്രണ്ടിനെ കിട്ടിയത്? നല്ല ഫ്രണ്ട് എത്ര മാസമായി? 10 ഇത്ര ആദ്യം ഞാൻ വിചാരിച്ച എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ ഇവള് ഏതാണ്ട് വലിയ ജാടക്കാരി. എന്നെ ഒന്നും കണ്ടിട്ട് ഞാൻ ചിരിച്ചു കാണിച്ചിട്ട് പോലും ഇവിടെ എന്നെ ചിരിച്ചു കാണിച്ചില്ല. എയർപോർട്ടിൽ വെച്ച് ഇങ്ങനെ കണ്ടപ്പോൾ നമ്മളിങ്ങനെ ഒരുമിച്ച് ഒരു റൂമിൽ ഇത്രയും ദിവസം ഇങ്ങനെ ഒരുമിച്ചായിരിക്കുന്നു വിചാരിച്ചു. മടിയൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും വരട്ടിയാതെ ജോലി ചെയ്തോളും. ബിഗ് ബോസ് ഹൗസ്. ആദ്യം നിനക്ക് എന്നെ ഫസ്റ്റ് കണ്ടപ്പോൾ എന്താ തോന്നിയത്? എനിക്ക് അന്ന് ഫസ്റ്റ് കണ്ടപ്പോൾ എന്താ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യം നിനക്കൊരു ചാർജ് കൊടുത്ത ഫോണിൽ കുത്താൻ ചാർജർ ഇല്ലായിരുന്നു. ഇത് ഞാൻ എൻ്റെ ചാർജർ വന്നു. പക്ഷെ അതിൻ്റെ പട്ടി മൈൻഡ് പോലെ തന്നെ ചെയ്തില്ല. ഇതൊക്കെ ഞാനാണ് ബസ് കാണിച്ചു കൊടുത്തത്, എങ്ങനെ പോണോന്നൊക്കെ ഞാനാണ് കഷ്ടപ്പെട്ട് എവിടെയെങ്കിലും. ബസ്സിന്റെ ഫ്രണ്ടില് ഞാൻ ഇവളോട് ഒരുമിച്ചാണ് നിന്നത്. ഞാൻ കൗണ്ടർ അടിക്കുന്നുണ്ടോ? അത് കിട്ടണം. പക്ഷെ നല്ലൊരു ഫ്രണ്ടാണ്, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ടാണ്. ശ്രദ്ധിക്കത്തില്ല കൂടെ നിന്ന് ജോലി നിന്നെ പൊക്കിയത്. ഇത്രയും എനിക്ക് കല്യാണം കഴിക്കുന്നതിനോട് താല്പര്യമില്ല. കുറച്ച് ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ട് കല്യാണം കഴിക്കാൻ താല്പര്യം. ഇനി അടുത്ത ഷീതുവിന്റെ പരിപാടിയാണ്. അടുത്ത ഷീതുവിന്റെ പരിപാടി നമ്മൾ അടിച്ചു പൊളിക്കുന്നതായിരിക്കും. ഷീതുവിന്റെ പറയരുത്, സസ്പെൻസ്. പിന്നെ നിന്റെ 2026 പ്ലാൻ എന്തായാലും കൈ കരുതുക. ഞാൻ വന്ന സമയത്ത് വലിയ കാര്യത്തിലൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. പക്ഷെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ തിരക്കും ഉറക്കും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി യൂട്യൂബ് ചാനൽ അടുത്ത വർഷം നമ്മൾ പൊളിക്കും. സക്സസ് ആക്കണം. അത് നമുക്ക് സക്സസ് ആക്കണം. അടുത്ത് യൂട്യൂബ് ഫിനാൻഷ്യലി എന്തുവാ ഇൻഡിപെൻഡൻ്റ് ആണ്. കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യണം. നമ്മുടെ ലക്ഷ്യപ്രഭു ഇവളാണ് നമ്മുടെ കൂട്ടത്തിൽ. നമ്മുടെ BMRത്തെ ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പർ. അതിനിപ്പോൾ നമ്മൾ കുറച്ച് ചതിച്ചെങ്കിലും ഒരു ചേട്ടനുള്ളത് നമ്മൾ രക്ഷപ്പെട്ടു. ഫുഡൊന്നും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഗൈസ്. പ്രത്യേകിച്ച് ആ ഒരു ഡ്രിങ്ക്, അതിൻ്റെ പേര് തന്നെ ഞാൻ മറന്നുപോയി. ബട്ട് സൂപ്പറായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റൂമിലേക്ക് പോവാണ് ഗൈസ്. നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ വന്നു ഗൈസ്. മാറ്റി ഗംഭീരമായ സെലിബ്രേഷൻ. യെസ്, ഷീത് സൈഡായി, ഛർദിച്ച് സൈഡായി. ഞാൻ ആദ്യമായിട്ടാണ് ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുത്തത്. സോ വേറൊരു ബർത്ത്ഡേ സർപ്രൈസ് കേക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനോട് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇതും എൻ്റെ റൂമിൽ ചേച്ചിയും ഷീതും ആര്യയൊക്കെ കൂടിയിട്ട് എനിക്ക് സർപ്രൈസ് ആയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ മേലെ എഴുതിയത് അറബിക്കിലാണെന്ന് തോന്നുന്നു ഗൈസ്. അവർ ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് എന്ന് എഴുതാൻ പറഞ്ഞിട്ട് അവർ വേറെ എന്തൊക്കെയാണ് എഴുതി വെച്ചത്. ആൻഡ് എൻ്റെ ഈ ഒരു വ്ളോഗ് കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ലൈഫിൽ നത്തിങ് ഈസ് കോൺസ്റ്റൻറ്റ്, എവറിത്തിങ് വിൽ ചേഞ്ച് അക്കോർഡിംഗ് ടു ടൈം ആൻഡ് സിറ്റുവേഷൻ. സോ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. ഇന്ന് നമ്മളെ പറ്റി നല്ലത് പറഞ്ഞവർ നാളെ നമ്മളെ പറ്റി കുറ്റം പറയും. ഇന്ന് നമുക്ക് കുറേ ഹാപ്പിനെസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാവാം. സോ ലൈഫിനെ ഒരു ന്യൂട്രലായിട്ട് കണ്ടിട്ട് മാക്സിമം ലൈഫിനെ എൻജോയ് ചെയ്യാം. നമുക്കൊരു ലൈഫുകളും അത് മറ്റുള്ളവർ നമ്മൾ ഹാപ്പി ആക്കണം എന്ന് വിചാരിക്കാണ്ട് സ്വന്തമായിട്ട് ഹാപ്പി ആയിട്ട് അങ്ങ് ജീവിക്കാം. ഞാൻ എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന ചില കാര്യമാട്ടോ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. എനിവേ എൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ ഗൈസ്.